Hello, dear students. Today we are going to discuss a new poem, Breaking Silence by Janice Marie Kitani. We have already completed the introduction part. Now let's start the poem. Before that, I will give you a small extract of the poem. The poem reflects the knowledge of silence of generation of Japanese American. The poem reflects the knowledge of silence of generation of Japanese Americans. ജപ്പാനീസ് അമേരിക്കൻസിൻ്റെ വർഷങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വന്ന സൈലൻസ് ആണ് ഈ ഒരു പോം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ് വെൻ ദേ വർ പുട്ട് ഇൻ ടു ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പ്സ് ഓർ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. ദ പോയം ഓൾസോ ഫോക്കസസ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ്. ജപ്പാനീസ് അമേരിക്കൻസിൻ്റെ എക്സ്പീരിയൻസ് എവിടെയായ സമയത്ത് വെൻ ദേ വർ പുട്ട് ഇൻ ടു ദ ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിലായ സമയത്ത് വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത് ജപ്പാനീസ് അമേരിക്കൻസിനെ ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിൽ അടച്ചിട്ടു. ആ ഒരു സമയത്തുണ്ടായ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പോം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Then the poet expresses her mother's experience. She felt dehumanized and isolated from the world. ഇവിടെ ഈ നമ്മുടെ പോയറ്റിൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോം നമുക്ക് കാണിച്ചു തരുന്നത്. ദ പോയറ്റ് എക്സ്പ്രസസ് ഹെർ മദേഴ്സ് എക്സ്പീരിയൻസ്. മദർ ആക്ച്വലി ഡീഹ്യൂമനൈസ് ആയിരുന്നു, അതേസമയം തന്നെ ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ്. അമ്മ ശരിക്കും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുകയും ക്രൂരമായിട്ട് അമ്മയോട് പെരുമാറുകയും മനുഷ്യാവകാശ ലംഘനം വരെ ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു അമ്മയുടെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൗ ലെറ്റ്സ് മൂവ് ടു ദ പോം. Breaking silence. After 40 years of silence about the experience of Japanese Americans in World War II concentration camps, my mother testified before the Commission on Wartime Relocation and Internment of Japanese American civilians in 1981. For my mother, there are miracles that happen, she said, from the silences in the glass caves of our ears. നോക്കൂ, ഇവിടെ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് സൈലൻസ്, ആഫ്റ്റർ 40 ഇയേഴ്സ് ഓഫ് സൈലൻസ് എബൌട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ് ഇൻ ദ വേൾഡ് വാർ സെക്കൻഡ് കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്. അപ്പോൾ ജപ്പാനീസ് അമേരിക്കൻസ് ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പുകളിൽ അടക്കപ്പെട്ടതാണ്. അവർ അവിടുന്ന് ഒന്നും സംസാരിക്കാൻ പോലും കഴിയാതെ, അവരെ എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാൻ പറ്റൂല എന്നുള്ളൊരു രീതിയിലാണ് അവിടെ ആ ഒരു ക്യാമ്പുകളിൽ അവിടെ അമേരിക്കൻസ് അല്ലെങ്കിൽ അവിടെ ഉള്ളവർ ഇവരെ ട്രീറ്റ് ചെയ്തത്, ജപ്പാനീസ് അമേരിക്കൻസിനെ. അപ്പോൾ ആഫ്റ്റർ 14 ഇയേഴ്സ് ഓഫ് 40 വർഷത്തെ സൈലൻസിന് ശേഷം എബൌട്ട് ദ എക്സ്പീരിയൻസ് ഓഫ് ജപ്പാനീസ് അമേരിക്കൻസ് ഇൻ ദ വേൾഡ് വാർ സെക്കൻഡിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ എക്സ്പീരിയൻസ് 40 വർഷത്തിന് ശേഷം അമ്മ തുറന്നു പറയാണ്. മൈ മദർ ടെസ്റ്റിഫൈഡ് ബിഫോർ ദ കമ്മീഷൻ ഓൺ wartime relocation and internment of Japanese American civilians in 1981. അങ്ങനെ കുറേ വർഷങ്ങൾ അവിടെ ക്യാമ്പുകളിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞു, അഴികൾക്കിടയിൽ അമ്മ കഴിഞ്ഞു. പിന്നെ 40 വർഷത്തിന് ശേഷമാണ് ആ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയാണ്. വാറിൻ്റെ സമയത്തുണ്ടായ, ഇന്നലെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, വാറിൻ്റെ സമയത്തുണ്ടായ ദുരിതങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അവരനുഭവപ്പെട്ട സഫറിങ്സിൻ്റെയും ബ്രൂട്ടൽ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കമ്മീഷൻ. പിന്നെ ആ കമ്മീഷൻ കമ്മീഷൻ ഓൺ വാർ ടൈം റീലൊക്കേഷൻ, ആ റീലൊക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നൊരു കമ്മീഷൻ്റെ മുന്നിൽ മൈ മദർ ടെസ്റ്റിഫൈഡ്, അമ്മ ടെസ്റ്റിമോണി അല്ലെങ്കിൽ ടെസ്റ്റിഫൈ ചെയ്യാറിഞ്ഞാൽ അമ്മയുടെ അനുഭവ സാക്ഷ്യം ബിഫോർ ദ കമ്മീഷൻ, ആ കമ്മീഷൻ്റെ മുന്നിൽ അമ്മ പറയാണ്.
40 വർഷത്തെ സൈലൻസിന് ശേഷം 40 വർഷം ഒന്നും മിണ്ടാതെ എല്ലാവരും സപ്രസ് ചെയ്ത് നിർത്തിയാരെ ജപ്പാനീസ് അമേരിക്കൻസിനെ ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിൽ. ആ ഒരു ക്യാമ്പിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം ഒരു കമ്മീഷൻ, വാർടൈം റീലൊക്കേഷൻ കമ്മീഷനെ നിയമിച്ചിട്ട് ആ കമ്മീഷൻ അമ്മയോട് ടെസ്റ്റിമോണി ആവശ്യപ്പെടുകയാണ്. ആ ഒരു സമയത്ത് അമ്മ ടെസ്റ്റിമോണി പറഞ്ഞു കൊടുക്കുകയാണ്. ഹർ ടെസ്റ്റിമോണി ഈസ് ഗിവൺ അപ്രോക്സിമേറ്റ്ലി 40 years ആഫ്റ്റർ ഹർ എക്സ്പീരിയൻസ്. കണ്ടോ, 40 വർഷത്തിലെ എക്സ്പീരിയൻസിന് ശേഷമാണ് അമ്മ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നത്. Her testimony is given approximately 40 years after the experience in the internment 40 വർഷം കഴിഞ്ഞു കൂടിയതിന് ശേഷം. ത്രൂ ഔട്ട് ദോസ് 40 years ഷീ റിമെയിൻഡ് സൈലൻറ്റ്. മനസ്സിലായി? അതുകൊണ്ടാണ് ആഫ്റ്റർ 40 years ഓഫ് സൈലൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? ത്രൂ ഔട്ട് 40 years ഷീ റിമെയിൻഡ് സൈലൻറ്റ് ആൻഡ് ഐസൊലേറ്റഡ് അറ്റ് ദ സെയിം ടൈം ഡീഹ്യൂമനൈസ്ഡ്. നോട്ട് ദി പോയിൻറ്റ്. 40 വർഷം അമ്മ വളരെ യാതനകൾ സഹിച്ചു. ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിൽ കുറേ ഹ്യൂമിലിയേഷൻസും ബ്രൂട്ടൽ എക്സ്പീരിയൻസും ഒക്കെ അനുഭവിച്ചു. ആ ഒരു അനുഭവത്തെക്കുറിച്ച് വാർടൈം റീലൊക്കേഷൻ കമ്മീഷണറുടെ മുന്നിൽ കാര്യങ്ങൾ പറയുകയാണ് ആ അമ്മ. അപ്പോൾ ഇവിടെ നമ്മളെ പോയറ്റിൻ്റെ ചൈൽഡ്ഹുഡ് മുഴുവനും ആ ഒരു ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിലാണ് കഴിഞ്ഞുകൂടിയത്. ഓക്കെ. For my mother, there are miracles that happen, she said from the silences in the glass caves of our ears. For my mother, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, there are miracles that happen, she said from the silence. സൈലൻസിൽ നിന്നും അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. In the glass caves of our ears. തണുത്തുറഞ്ഞ ചെവിയുടെ സൈലൻസിൽ നിന്നും. ഗ്ലാസ് കേവ്സ് ഓഫ് അവർ ഇയേഴ്സ് എന്ന തണുത്തുറഞ്ഞ ചെവിയുടെ സൈലൻസിൽ നിന്നും. Then from the crippled tongue, from the mute, wet eyelash, testimonies waiting like winter, we were told the silence was better, golden like our skin, useful like so quietly, easier like don't make waves, expedient like hoistals and desert. So there are miracles that happen, she said, from the silences in the glass caves of our ears. There may be miracles happened from the silences. സൈലൻസിൽ നിന്നും അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. in the glass caves of our ears. തണുത്തുറഞ്ഞ എൻ്റെ ചെവിയുടെ സൈലൻസിൽ നിന്നും. from the crippled tongue. ശക്തി നഷ്ടപ്പെട്ട എൻ്റെ നാവിൽ നിന്നും. from the crippled tongue, from the mute എന്നാണ് ഉദ്ദേശിച്ചത്. ശക്തി നഷ്ടപ്പെട്ട എൻ്റെ നാവിൻ്റെ സൈലൻസിൽ നിന്നും. wet eyelash. നിറഞ്ഞ കണ്ണുകളുടെ സൈലൻസിൽ നിന്നും. വെയിറ്റിംഗ് ലൈക്ക് വിൻ്റർ. ഇവയെല്ലാം സാക്ഷ്യങ്ങളാണ്. ഇവയെല്ലാം അനുഭവ സാക്ഷ്യങ്ങളാണ്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഉണ്ടാവും എന്നുള്ള സത്യങ്ങളാണ് ഇവയെല്ലാം. വി വർ ടോൾഡ്. ഞങ്ങളോട് പറഞ്ഞു. എന്ത്? വി വർ ടോൾഡ് ദാറ്റ് സൈലൻസ് വാസ് ബെറ്റർ. സൈലൻസ് വാസ് ദ ബെറ്റർ എക്യുപ്മെൻറ്റ്. ഞങ്ങളോട് വി വർ ടോൾഡ് ദാറ്റ് ദ സൈലൻസ് വാസ് ബെറ്റർ. വാസ് ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ. അതാണെന്ത്? ബെറ്റർ. സൈലൻസ് വാസ് ബെറ്റർ ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ. ഞങ്ങളുടെ തൊലിയുടെ സ്വർണ്ണ നിറത്തെക്കാളും, അല്ലേ, സ്വർണ്ണ നിറമുള്ള ഞങ്ങളുടെ തൊലിയിലേക്കാളും നല്ലതാണ് എന്ത്? നിശബ്ദത. അതാണ് നല്ലത് എന്നാണ് ആ ഒരു ക്യാമ്പിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഒരു നിർദ്ദേശങ്ങൾ, അല്ലേ. ഗോൾഡൻ ലൈക്ക് അവർ സ്കിൻ, യൂസ്ഫുൾ ലൈക്ക് സോ ക്വയറ്റ്ലി, ഈസിയർ ലൈക്ക്. അതാണ് ആ ഒരു സൈലൻസാണ് ഏറ്റവും എളുപ്പം. ഈസി ആയത് സൈലൻസാണ്, ഉപയോഗപ്രദവും. യൂസ്ഫുൾ ആയതും സൈലൻസാണ്, ശാന്തമായതും ഈസിയർ ആയതും സൈലൻസാണ്. ഡോണ്ട് മേക്ക് വേവ്സ്. അവിടെ ഉദ്ദേശിച്ചത് എന്താ? തിരമാലകളെ പോലെ. ഡോണ്ട് മേക്ക് നോയ്സ് ലൈക്ക് വേവ്സ്. മനസ്സിലായോ? ഡോണ്ട് മേക്ക് നോയ്സ്. ശബ്ദമുണ്ടാക്കരുത്. ആരെപ്പോലെ? ലൈക്ക് വേവ്സ്. തിരമാലകളെപ്പോലെ ശബ്ദമുണ്ടാക്കരുത്. എക്സ്പീഡിയൻറ്റ് ലൈക്ക് ഹോയ്സ്റ്റാൾസ് ആൻഡ് ഡിസേർട്ട്. എന്താവണം? ഉപയോഗപ്രദമാകണം. ഹോയ്സ്റ്റാളിനെ പോലെയും മരുഭൂമിയെപ്പോലെയും ഉപയോഗപ്രദമാവാൻ വേണ്ടി നോക്കണം. ഒരിക്കലും തിരമാലകളെപ്പോലെ വെറുതെ ഒച്ച ഉണ്ടാക്കാൻ നോക്കരുത്.
Okay, Mr. Commissioner, the U.S. Army Signal Corps confiscated our property. It was subjected to vandalism and ravage. All improvements we had made before our incarceration was stolen or destroyed. I was coerced into signing documents giving you authority to take. My mother, soft as tallow, words peeling from her like silvers of yellow flame. ഹിയർ ദ മദർ സ്റ്റാർട്ടഡ് ഹെർ ടെസ്റ്റിമോണി. അങ്ങനെ ആ അമ്മ ടെസ്റ്റിമോണി ആരംഭിക്കുകയാണ്. കമ്മീഷണർ വന്ന് ചോദിക്കുന്ന സമയത്ത് കമ്മീഷണറോട് പറയാണ്, മിസ്റ്റർ കമ്മീഷണർ, ദ US ആർമി സിഗ്നൽ കോർപ്സ് കോൺഫിസ്കേറ്റഡ് മീൻസ് പിടിച്ചെടുത്തു, അവർ പിടിച്ചടക്കി. ദ US ആർമി സിഗ്നൽ കോർപ്സ് കോൺഫിസ്കേറ്റഡ് അവർ പ്രോപ്പർട്ടി, ഞങ്ങളെല്ലാ സ്വത്തുകളും US ആർമി എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. മിസ്റ്റർ കമ്മീഷണർ, ദ US ആർമി കോർപ്സ് confiscated our property. പിന്നെ it was subjected to vandalism and ravage. അവരെന്താക്കി, വാൻഡലിസം ആൻഡ് റാവേജ് മീൻസ് മുതൽനാശം വരുത്തി, ഡിസ്ട്രക്റ്റഡ് അല്ലേ, ഡിസ്ട്രക്ഷൻ. റാവേജ് മീൻസ് നശിപ്പിക്കുക, വാൻഡലിസം എന്ന് പറഞ്ഞാൽ മുതൽനാശം വരുത്തി എന്നാണ്. ഞങ്ങളെല്ലാ സ്വത്തുകളും US ആർമി വന്നിട്ട് ഞങ്ങളെ പിടിച്ചടക്കി, ഞങ്ങളെല്ലാ സ്വത്തും പിടിച്ചെടുത്തു. ഇറ്റ് വാസ് സബ്ജക്റ്റ്, എന്നിട്ട് അവരെന്താക്കി, നശിപ്പിച്ചു, വാൻഡലിസം ചെയ്തു, റാവേജ് ചെയ്തു. ഓൾ ഇംപ്രൂവ്മെൻറ്റ്സ് വി ഹാഡ് മെയ്ഡ് ബിഫോർ അവർ ഇൻകാർസറേഷൻ. ഞങ്ങൾ ഇൻകാർസറേഷൻ മീൻസ് ഇംപ്രിസൺഡ് എന്നാണ്. ഇംപ്രിസൺഡ് അല്ലെങ്കിൽ തടവിലാക്കുക. ഇംപ്രിസണിൻ്റെ മുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ ഇംപ്രൂവ്മെൻറ്റ്സും അവരെന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓൾ ഇംപ്രൂവ്മെൻറ്റ്സ് വി ഹാഡ് മെയ്ഡ് ബിഫോർ അവർ ഇംപ്രിസൺമെൻറ്റ്, എല്ലാ ഇംപ്രൂവ്മെൻറ്റ്സും വാസ് സ്റ്റോളൻ, അവർ കട്ടെടുത്തു, അവർ നശിപ്പിച്ചു. ഈ ഒരു ലൈന് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ലൈനാണ്, അത് അണ്ടർലൈൻ ചെയ്തിടുക നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ. All improvements we had made before our incarceration means imprisonment was stolen or destroyed. എല്ലാ സ്വത്തുകളും ഞങ്ങൾ ഉണ്ടാക്കി വെച്ച എല്ലാം, മുമ്പ് ഞങ്ങൾ ജീവിതകാലത്ത് ഉണ്ടാക്കി വെച്ച എല്ലാ സംഭവങ്ങളും അവർ കട്ടു, സ്റ്റോളൻ ചെയ്തു, ഡിസ്ട്രോയിഡ് ചെയ്തു, നശിപ്പിച്ചു. ഐ വാസ് കോയേഴ്സ്ഡ് ഇൻ ടു സൈനിങ് ഡോക്യുമെൻറ്റ്സ്, എന്നെന്ത് ചെയ്തു, നിർബന്ധിച്ചിട്ടില്ലേ, ബൈ ഫോഴ്സ് എന്നാണ് കോയേഴ്സ്ഡ് മീൻസ്, ബലം പ്രയോഗിച്ചിട്ട്, ബൈ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. എല്ലാ ഡോക്യുമെൻറ്റിലും, ആധാരത്തിലും, എല്ലാ സംഭവത്തിലും സൈൻ ചെയ്യിപ്പിച്ചു. ഗിവിങ് യു അതോറിറ്റി ടു ടേക്ക്, എന്നിട്ട് എന്ത് ചെയ്തു, ആ നിങ്ങൾക്ക് പൂർണ്ണ അധികാരം കൊടുക്കുന്ന രീതിയിൽ, ആ ചോദിക്കാൻ പട്ടാളക്കാർ ഫുൾ അധികാരം അവർക്ക് കിട്ടുന്ന രീതിയിൽ എല്ലാ ഡോക്യുമെൻറ്റിലും ഞങ്ങളെക്കൊണ്ട്, അമ്മയെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ ജപ്പാനീസ് അമേരിക്കൻസിന് ആ ഒരു വാർ ടൈം ഉള്ള സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ഡ്യൂഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ബ്രൂട്ടൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോം ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. My mother, soft as tallow, words peeling from her like silvers of yellow flame. My mother, soft as tallow. Tallow means മൃഗക്കൊഴുപ്പ് എന്നുള്ള മീനിങ് ആണ്. മൈ മദർ സോഫ്റ്റ് ആസ് ടാലോ, വേർഡ്സ് പീലിംഗ് ഫ്രം ഹെർ ലൈക്ക് സിൽവേഴ്സ് ഓഫ് യെല്ലോ ഫ്ലെയിം. എൻ്റെ അമ്മയുടെ വാക്കുകൾ സോഫ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. മൈ മദർ വാസ് സോഫ്റ്റ്, എൻ്റെ അമ്മ സോഫ്റ്റ് ആയിരുന്നു. ആസ് ടാലോ, ഏതുപോലെ, മൃഗക്കൊഴുപ്പ് പോലെ മാർദ്ദവമുള്ളതായിരുന്നു എൻ്റെ അമ്മ. ബട്ട് നൗ ദ വേർഡ്സ് ആർ കമ്മിങ് ഫ്രം ഹെർ മൗത്ത് ലൈക്ക് സിൽവേഴ്സ് ഓഫ് യെല്ലോ ഫ്ലെയിം. ഇന്ന് എൻ്റെ അമ്മയുടെ വായിൽ നിന്നും വരുന്നത് മഞ്ഞ തീജ്വാലകൾ പോലുള്ള വാക്കുകളാണ്. മൈ മദർ ഇൻ ദ പാസ്റ്റ് ബിഫോർ 40 years മൈ മദർ ആസ് സോഫ്റ്റ് ആസ് ടാലോ, മൃഗക്കൊഴുപ്പ് പോലെ മാർദ്ദവമുള്ളതായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മ വളരെ സോഫ്റ്റ് ആയിരുന്നു. ബട്ട് നൗ ദ വേർഡ്സ് ആർ കമ്മിങ് ഫ്രം ഹെർ മദർ ലൈക്ക് സിൽവേഴ്സ് ഓഫ് യെല്ലോ ഫ്ലെയിം. ഇന്ന് അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ വായിൽ നിന്നും വാക്കുകൾ വരുന്നത്.
Her testimony, a vat of boiling water, surging through the coldest, bluest vein. She had come to her land as shovel, hoe, and sickle, searing, reed, and rock and dead brush, labored so to sinew the ground, to soften gardens pregnant with seed, awaiting each silent morning, birthing fields of flowers, mustard, greens, and tomatoes, throbbing like the sea. Okay, now let's explain her testimony, a vat of boiling water. അമ്മയുടെ അനുഭവ സാക്ഷ്യം. A vat of, vat means tank, a tank of boiling water. ഒരു ടാങ്കിലെ ചൂടുവെള്ളം, surging through the coldest, bluest vein. തണുത്തുറഞ്ഞ ഒരു ടാങ്കിലെ തിളക്കുന്ന വെള്ളം, ഒരു ടാങ്കിലെ ബോയിലിംഗ് വാട്ടർ തണുത്തുറഞ്ഞ നീല ഞരമ്പുകളിൽ കൂടി ഒഴുകുന്ന പോലെ തോന്നിച്ചു. ഒരു ഷോവലും ഒരു ഹോയും ഒരു സിക്കിളും, സിയറിംഗ് റീഡ് ആൻഡ് റോക്ക് ആൻഡ് ഡെഡ് ബ്രഷ്. ഷോവൽ, ഹോ ആൻഡ് സിക്കിൾ. ഷോവലി ഫസ്റ്റ് കാണുന്നതാണ് ഒരു കൈക്കോട്ട് ടൈപ്പുള്ള ഒരു സാധനം തന്നെയാണ് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ ഹോ കൈക്കോട്ട്, സിക്കിൾ അരിവാൾ. ഈ സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ട് സിയറിങ്സ് റീഡ് ആൻഡ് റോക്ക് ആൻഡ് ഡെഡ് ബുഷ്, അവരെന്ത് ചെയ്തു, കൈക്കോട്ട് കൊണ്ട് കാടും പാറകളും ഉണങ്ങിയ പുല്ലുകളൊക്കെ വെട്ടിത്തെളിച്ച് നന്നാക്കി. സിക്കിൾ സിയറിങ് റീഡ് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് പ്ലാന്റ്, റോക്ക് പാറകൾ, ഡെഡ് ബുഷ് പറഞ്ഞാൽ ഉണങ്ങിയ പുല്ലും ഒക്കെ വെട്ടിത്തെളിച്ചിട്ട് കൃഷിക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലാക്കി ആ ഒരു സ്ഥലം. ലാബേർഡ് നല്ലോണം പണിയെടുത്തു. ടു സിന്യൂ ദ ഗ്രൗണ്ട്, ആ ഒരു ഗ്രൗണ്ട് സിന്യൂ ഫലപുഷ്ടമാക്കാൻ വേണ്ടിയിട്ട്. ടു സോഫ്റ്റൻ ഗാർഡൻസ് പ്രഗ്നൻറ്റ് വിത്ത് സീഡ്സ്, അങ്ങനെ ആ ഒരു ഗാർഡനിൽ നല്ല വിത്തോട് കൂടി, പ്രഗ്നൻറ്റ് വിത്ത് സീഡ് പറഞ്ഞാൽ ആ ഗാർഡനിലുള്ള പുഷ്പങ്ങളൊക്കെ സീഡ് വെച്ച് വന്നു, വിത്ത് ഉണ്ടായി വന്നു. അവൈറ്റിങ് ഈച്ച് സൈലൻറ്റ് മോർണിംഗ്, ആ വരാനിരിക്കുന്ന ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള മോർണിംഗിനെ വെയിറ്റ് ചെയ്തുകൊണ്ട്. ബേർത്തിങ് ഫീൽഡ് ഓഫ് ഫ്ലവേഴ്സ്, ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടായി. മസ്റ്റാർഡ്, ഗ്രീൻസ് ആൻഡ് ടൊമാറ്റോസ്, കടുക് ഉണ്ടായി, ടൊമാറ്റോ, തക്കാളി എല്ലാം ഉണ്ടായി. ട്രോബ്ലിംഗ് ലൈക്ക് ദ സീ, എല്ലാം കടൽ നിശ്ചലമാകുന്നത് പോലെ എല്ലാം എന്ത് ചെയ്തു, നിശ്ചലമായി. എല്ലാം നിശ്ചലമാക്കിക്കൊണ്ട് ആ ഒരു ദിവസം വന്നു. ഏത് ദിവസം? ആൻഡ് ദെൻ ഓൾ വാസ് ഹഷ്ഡ് ഫോർ അനൗൺസ്മെൻറ്റ്, എല്ലാം നിശ്ചലമാക്കിക്കൊണ്ട്. ഹഷ്ഡ് മീൻസ് ശാന്തമാക്കിക്കൊണ്ട്. ഫോർ അനൗൺസ്മെൻറ്റ്, ഒരു അനൗൺസ്മെൻറ്റ് വന്നു. എന്തായിരുന്നു അനൗൺസ്മെൻറ്റ്? ടേക്ക് ഓൺലി വാട്ട് യു ക്യാൻ ക്യാരി, എന്താണോ കയ്യിലെടുക്കാൻ പറ്റുന്നത് അത് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ ഇട്ടേച്ചിട്ട് പോരൂ. എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിലേക്ക് അവരെ കൊണ്ടുപോവാണ്. We were made to believe our faces betrayed us. Our bodies were loud with yellow screaming flesh, needing to be silenced behind barbed wire. Mr. Commissioner, it seems we were singled out from others who were under suspicion. അങ്ങനെ അവരുടെ സ്ഥലങ്ങളൊക്കെ അവരെന്ത് ചെയ്തു, നല്ല ഫലപുഷ്ടമാക്കി. ഈ നാട്ടിൽ വന്നിട്ട് ശോവാലയും കൈക്കോട്ടും അരിവാളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ അങ്ങോട്ട് ശരിയാക്കിയിട്ട് ചെടി, പാറകളും കുറ്റിക്കാടൊക്കെ വെട്ടി മാറ്റിയിട്ട് നല്ല തോട്ടങ്ങളുണ്ടാക്കി. അതിന് വിത്തുകൾ വിതച്ചു. കാരണം ദിവസവും തക്കാളിയും കടുകൊക്കെ പറിക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ വിളഞ്ഞുഷാറായി വരുന്ന സമയത്താണ് എല്ലാം നിശ്ചലമാക്കിയിട്ട് കൽപ്പന വന്നത്. നിങ്ങൾക്ക് കയ്യിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. വി വെർ മെയ്ഡ് ടു ബിലീവ് അവർ ഫേസസ് ബിട്രേഡ് അസ്, ഞങ്ങളെ മുഖങ്ങളും ഞങ്ങളുടെ ബോഡിയുമാണ് ഞങ്ങളെ ചതിച്ചത്. ആ പറയാൻ കാരണം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് ഈ ഒരു പോയത്തിൽ വേറൊരു പോയിന്റ് കാണുന്നത്. ജപ്പാനീസ് അമേരിക്കൻ ആയതുകൊണ്ടാണ് ഇവർ ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിൽ അകപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അതാണ് ഇതിലേക്കൊരു ലൈറ്റ് കിട്ടുന്നത്. ഓക്കെ, വി വർ മെയ്ഡ് ടു ബിലീവ് അവർ ഫേസസ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ മുഖം ഞങ്ങളെ ചതിച്ചു. അവർ ബോഡീസ് വെർ ലൗഡ് വിത്ത് യെല്ലോ സ്ക്രീമിംഗ് ഫ്ലഷ്, നീഡിങ് ടു ബി സൈലൻസ്ഡ് ബിഹൈൻഡ് ബാർബ്ഡ് വയർ. ബാർബ്ഡ് വയർ എന്നാൽ മുൾവേലിയിൽ ഞങ്ങളെ തടങ്കലിലാക്കി എന്നാൽ ഞങ്ങളവിടെ നിശ്ചലമാക്കി. ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അല്ലെങ്കിൽ ഇൻറ്റേൺമെൻറ്റ് ക്യാമ്പിൽ ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. ഞങ്ങളുടെ മുഖവും ആകൃതിയും കളറും ഒക്കെയാണ് ഞങ്ങളെ ചതിച്ചത് എന്ന് നമുക്ക് തോന്നി ആ ഒരു സമയത്ത് എന്നാണ് പറയുന്നത്.